നാലാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം അത്താത്തുഫ്, സഹാനുഭൂതി. എന്താണ് സഹാനുഭൂതി? മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ നമ്മൾ കൂടെ അനുഭവിച്ചറിയുക, നമ്മൾ കൂടെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക. അതാണ് സഹാനുഭൂതി. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ സഹായങ്ങൾ ചെയ്യുക. ഇവിടെ കുടുംബസംഗമമാണ് അല്ലേ? മുർഷിദിൻ്റെ വീട്ടിൽ കുടുംബസംഗമം നടക്കുകയാണ്. അങ്ങനെ അന്ന് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ നോക്കാം. ഇജ്തമ അഅ്ളാ ഉൽ ഉസ്റത്തി ഫി വാജിഹത്തിൽ ബൈത്തി. കുടുംബത്തിലെ ആളുകളൊക്കെ വീട്ടിൻ്റെ ഉമ്മറത്ത് ഒത്തുകൂടി. ഇജ്തമ ഒരുമിച്ച് കൂടി. അഅ്ളാ ഉൽ ഉസ്റത്തി കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഫി വാജിഹത്തിൽ ബൈത്തി വീട്ടിൻ്റെ ഉമ്മറത്ത്, വീടിൻ്റെ മുൻവശത്ത് ഒരുമിച്ച് കൂടി. എല്ലാവരും കാണുന്നില്ല ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാക്കഷു അൻ മർവാൻ, അവർ മർവാനെ കുറിച്ച് ചർച്ച ചെയ്തു. നാക്കഷ എന്നാൽ ചർച്ച ചെയ്തു. നാക്കഷു അവർ ചർച്ച ചെയ്തു. അൻ മർവാൻ മർവാനെ കുറിച്ച്. ആരാണ് മർവാൻ? ഹുവ ഇബ്നു അമ്മി മുർഷിദ്, മുർഷിദിൻ്റെ പിതൃവ്യൻ്റെ പുത്രനാണ് മർവാൻ. ഹുവ അവൻ, മർവാൻ ഇബ്നു അമ്മി മുർഷിദ്, മുർഷിദിൻ്റെ അമ്മിൻ്റെ മകനാണ്. അമ്മ് പിതൃവ്യൻ, അതായത് ഉപ്പയുടെ സഹോദരൻ. മുർഷിദിൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകനാണ് മർവാൻ. മർവാൻ്റെ കാര്യമാണ് അവർ ചർച്ച ചെയ്തത്. ഹസല മർവാനു അല ഫുർസത്തിൻ ലിദ്ദിറാസത്തിൽ ഉല്യ ഫി ഡൽഹി. മർവാന് ഡൽഹിയിൽ ഉന്നത പഠനം നടത്താൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഹസല മർവാൻ, മർവാന് കിട്ടി, മർവാൻ നേടി. അല ഫുർസത്തിൻ അവസരം. ഹസല മർവാൻ അല ഫുർസത്തിൻ, മർവാന് അവസരം ലഭിച്ചു. എന്തിന്? ലിദ്ദിറാസത്തിൽ ഉല്യ ഉന്നത പഠനത്തിന് വേണ്ടി. അദ്ദിറാസത്തുൽ ഉല്യ ഉന്നത പഠനം, അതായത് സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് പഠനം അല്ലേ? അപ്പോൾ അതിനുള്ള അവസരം അവന് കിട്ടി. എവിടെ പഠിക്കാനുള്ള അവസരമാണ് കിട്ടിയത്? അങ്ങ് ഡൽഹിയിൽ പഠിക്കാനുള്ള അവസരമാണ് കിട്ടിയത്. വലാക്കിൻ പക്ഷേ, ലൈസ ലദൈഹി മാലുൻ കാഫിൻ അവൻ്റെ അടുക്കൽ മതിയായ പണമില്ല. ലൈസ ലദൈഹി അവൻ്റെ അടുക്കലില്ല. ലദൈഹി എന്നാൽ അവൻ്റെ അടുക്കൽ. ലൈസ ഇല്ല, അവൻ്റെ അടുക്കലില്ല. എന്തില്ല? മാലുൻ ധനമില്ല, പണമില്ല. കാഫിൻ മതിയായ, മതിയായ പണമില്ല. അവിടെ കോളേജിൽ ചേരാനും പോകാനും വരാനും ഒക്കെയുള്ള പണം അല്ലേ? അതിനൊക്കെ ധാരാളം പണം വേണം. അത്രയും പണം ആരുടെ കയ്യിലില്ല? മർവാൻ്റെയോ മർവാൻ്റെ പിതാവിൻ്റെയോ കയ്യിലില്ല. ഫഖററു അലാ മുസാഅദതിഹി അങ്ങനെ അവർ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഖററ തീരുമാനിച്ചു. ഫഖററു അവർ തീരുമാനിച്ചു. അലാ മുസാഅദതിഹി അവനെ സഹായിക്കാൻ, മർവാനെ സഹായിക്കാൻ അവർ തീരുമാനിച്ചു. സാമ്പത്തികമായി സഹായിക്കാൻ, മർവാന് ആവശ്യമായ പണം നമുക്ക് നൽകാം എന്നവർ തീരുമാനിച്ചു. ഫഖാമ മുർഷിദുൻ അപ്പോൾ മുർഷിദ് എഴുന്നേറ്റ് നിന്നു. വക്കാല എന്നിട്ട് പറഞ്ഞു. മുർഷിദ് എന്താണ് പറയുന്നത്? എന്താ മുർഷിദ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് അവരോടല്ലേ? അവർ കാര്യമായ ചർച്ച ചെയ്യുമ്പോൾ മുർഷിദ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ദഊനി അഖൂലു ഞാനൊന്ന് പറയട്ടെ. ദഊനി അഖൂലു മീൻസ് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കൂ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാമല്ലോ, അതാണ് ദഊനി അഖൂലു. അൽ അബു അപ്പോൾ ഉപ്പ പറഞ്ഞു. ഖുൽ യാ ബുനിയ പറയൂ മോനെ, നിനക്കെന്താ പറയാനുള്ളത്? മുർഷിദ് സ്വദീഖി ബൈജു ഫി മുഷ്കിലത്തിൻ എൻ്റെ കൂട്ടുകാരൻ ബൈജു ഒരു പ്രയാസത്തിലാണുള്ളത്. സ്വദീഖി ബൈജു എൻ്റെ കൂട്ടുകാരൻ ബൈജു ഫി മുഷ്കില ഒരു പ്രയാസത്തിലാണുള്ളത്. അപ്പോൾ അൽ ജദ് ഉപ്പാപ്പ ചോദിക്കുകയാണ്. മാഹിയ എന്താണത്? എന്താണ് ബൈജുവിൻ്റെ പ്രശ്നം? ബൈജുവിൻ്റെ പ്രയാസം എന്താണ്? അപ്പം മുർഷിദ് പറയുന്നു. ഇൻഹദമ സഖഫു ബൈത്തിഹി അവൻ്റെ വീടിൻ്റെ മേൽക്കൂര തകർന്നു പോയി. ഇൻഹദമ തകർന്നു. സഖഫു ബൈത്തിഹി അവൻ്റെ വീടിൻ്റെ മേൽക്കൂര. സഖഫ് മേൽക്കൂര. അപ്പോൾ അൽ ഹാലത്ത് ഉമ്മയുടെ സഹോദരൻ, ഉമ്മയുടെ സഹോദരി അല്ലേ? ഉമ്മയുടെ സഹോദരി ചോദിക്കുന്നു. കൈഫയാ മുർഷിദ് എങ്ങനെയാണ് മുർഷിദ്, എങ്ങനെയാണ് അവൻ്റെ വീടിൻ്റെ മേൽക്കൂര തകർന്നു പോയത്? അപ്പോൾ മുർഷിദ് പറയുന്നു. ഹബ്ബത്ത് റീഹു ഷദീദത്തു ശക്തമായ കാറ്റ് വീശി.
ഫസഖത്തത് ഷജറത്തുൻ അലാ ബൈത്തിഹി, അപ്പോൾ ഒരു മരം അവൻ്റെ വീടിൻ്റെ മേലെ വീണു. ഹബ്ബത്ത് രീഹു, കാറ്റ് വീശി. എങ്ങനെയുള്ള കാറ്റാണ്? അരീഹു ഷദീദത്തു, ശക്തമായ കാറ്റ് വീശി. ഫസഖത്തത്, അപ്പോൾ വീണു. ഷജറത്തുൻ, ഒരു മരം. അലാ ബൈത്തിഹി, അവൻ്റെ വീട്ടിൻ്റെ മേലെ. നമ്മൾ ഈ പാഠത്തിൻ്റെ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ കണ്ടിരുന്ന ഒരു ചിത്രം, വീട്ടിൻ്റെ മേലെ മരം വീണ ചിത്രം അല്ലേ? അത് ബൈജുവിൻ്റെ വീടാണ്. കാറ്റടിച്ച് മരം അവൻ്റെ വീട്ടിൻ്റെ മേലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഖാല്, ഉമ്മയുടെ സഹോദരൻ ചോദിക്കുകയാണ്, മത്ത യാ ബുനയ്യ, എപ്പോഴാണ് മോനെ, എപ്പോഴാണ് ബൈജുവിൻ്റെ വീട്ടിൻ്റെ മേലെ മരം വീണത്? മുർഷിദ്, കബല യൗമൈനി, 2 ദിവസം മുമ്പ്. കബല, മുമ്പ്. യൗമൈനി, 2 ദിവസം. 2 ദിവസം മുമ്പാണ് വീണത്. അപ്പോൾ ഉമ്മ ചോദിക്കുന്നു, മുർഷിദിൻ്റെ ഉമ്മയാണ്, ഐന ബൈത്തുഹു, എവിടെയാണ് അവൻ്റെ വീട്? ഐന, എവിടെ, ബൈത്തുഹു, അവൻ്റെ വീട്. അവൻ്റെ വീട് എവിടെയാണ്? അപ്പം മുർഷിദ് പറയുന്നു, ഫിൽ ഖറിയത്തിൽ മുജാവിറ, അടുത്ത ഗ്രാമത്തിലാണ്. ഫിൽ ഖറിയത്തി, ഖറിയ മീൻസ് ഗ്രാമം, അൽ മുജാവിറ നെയ്ബറിങ്, അയൽ ഗ്രാമം അല്ലേ, അടുത്തുള്ള ഗ്രാമത്തിലാണ്, അയൽ ഗ്രാമത്തിലാണ്. അപ്പോൾ അൽ ജദ്, ഉപ്പാപ്പ പറയുകയാണ്, ഉപ്പാപ്പയാണ് തീരുമാനങ്ങളൊക്കെ പറയുന്ന ആളല്ലേ. ഇതൻ നുജദ്ദിദു ബൈത്തുഹു, ഇതൻ നുജദ്ദിദു ബൈത്തഹു, അപ്പോൾ നമ്മൾ അവൻ്റെ വീട് നവീകരിച്ചു കൊടുക്കുന്നു. ഇതൻ നുജദ്ദിദു, നമ്മൾ നവീകരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പുനർനിർമ്മിച്ചു കൊടുക്കും. ബൈത്തഹു, അവൻ്റെ വീട്, അവൻ്റെ വീട് നമ്മൾ മാറ്റിപ്പണിത് കൊടുക്കും. വനുസായിദു മർവാൻ, നമ്മൾ മർവാനെയും സഹായിക്കും. എല്ലാവരും ഒത്തുകൂടിയ സമയമല്ലേ, അപ്പോൾ എല്ലാവരോടും ചോദിക്കുകയും എല്ലാവരുടെയും സഹായം ലഭിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു സഹായം അവർ ചെയ്യാൻ തീരുമാനിച്ചു. അതൊരു നല്ല കാര്യമാണ്. വെറുതെ കുടുംബസംഗമം നടത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടി പാട്ടും പാടി പോവുക മാത്രമല്ല ഇവർ ചെയ്തത്. നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ കൂടെ അവർ ചെയ്തു. അങ്ങനെ മർവാനെയും സഹായിക്കാൻ തീരുമാനിച്ചു. ബൈജുവിൻ്റെ വീടും നവീകരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അൽ ജമിയ, എല്ലാവരും. ഐവ ഫിക്രാറായ, നല്ല ആശയം അല്ലേ, എല്ലാവരും അതിനോട് യോജിച്ചു. അങ്ങനെ നുക്കവിനുൽ അസ്ഇല, നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് ചോദ്യത്തിൻ്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാത, എന്ത്, ഐന, എവിടെ, മത, എപ്പോൾ, കൈഫ, എങ്ങനെ, മൻ, ആര്. ഇത്രയും ചോദ്യത്തിൻ്റെ വാക്കുകളാണുള്ളത്. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കേണ്ടത്. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുർഷിദുൻ സദിയഖു ബൈജു, മുർഷിദ് ബൈജുവിൻ്റെ കൂട്ടുകാരനാണ്. അതിൻ്റെ ചോദ്യം ഇവിടെ ഉണ്ട്. ഡേഷ് സദിയഖു ബൈജു, ആരാണ് ബൈജുവിൻ്റെ കൂട്ടുകാരൻ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ സദീഖ് ബൈജു എന്നവിടെയുണ്ട്, ബൈജുവിൻ്റെ കൂട്ടുകാരൻ എന്ന് ചോദ്യചിഹ്നം അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആര് എന്ന ചോദ്യത്തിൻ്റെ വാക്ക് മാത്രം അവിടെ വെച്ചാൽ മതി. ആര് എന്നതിന് എന്താണ് പറയുക? മേലെയുള്ള വാക്കുകളിൽ മൻ എന്നതാണ് ആര് എന്നതിൻ്റെ വാക്ക്. അപ്പോൾ ആര്, മൻ എന്നത് അവിടെ വെച്ച് കൊടുക്കുക. മൻ സദീഖു ബൈജു, ആരാണ് ബൈജുവിൻ്റെ കൂട്ടുകാരൻ? ഉത്തരം മുർഷിദുൻ സദീഖു ബൈജു, മുർഷിദാണ് ബൈജുവിൻ്റെ കൂട്ടുകാരൻ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഉത്തരം വായിച്ചു നോക്കാം. ബൈത്തു ബൈജു ഫിൽ ഖറിയ, ബൈജുവിൻ്റെ വീട് ഗ്രാമത്തിലാണ്. ചോദ്യം എന്തായിരിക്കും? ഡേഷ് ബൈത്തു ബൈജു എന്നാണുള്ളത്. ബൈജുവിൻ്റെ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ വെക്കേണ്ടത് എവിടെ എന്ന ചോദ്യത്തിൻ്റെ വാക്കാണ്. അതേതാണ്? എവിടെ? ഐനയാണല്ലേ. അതുകൊണ്ട് ഐന അവിടെ വെക്കുക. ഐന ബൈത്തു ബൈജു, ബൈജുവിൻ്റെ വീട് എവിടെ? ഉത്തരം ബൈത്തു ബൈജു ഫിൽ ഖറിയ, ബൈജുവിൻ്റെ വീട് ഗ്രാമത്തിലാണ്. മൂന്നാമത്തത് ഉത്തരം ഇതാണ്. സഖത്തത്ത് ഷജറത്തുൻ അലാ ബൈത്തി ബൈജു, ബൈജുവിൻ്റെ വീട്ടിൻ്റെ മേലെ ഒരു മരം വീണു. അപ്പോൾ ചോദ്യം എന്താണ്? ഡാഷ് ഇൻഹദമ സഖഫു ബൈത്തി ബൈജു, ബൈജുവിൻ്റെ വീട്ടിൻ്റെ സഖഫ്, മേൽക്കൂര തകർന്നു. അപ്പോൾ അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് ബൈജുവിൻ്റെ വീടിൻ്റെ മേൽക്കൂര തകർന്നത് എന്നാണ് ചോദിക്കേണ്ടത്. എങ്ങനെ എന്നതിൻ്റെ വാക്യം അതാണ് കൈഫ. അത് കൈഫ അവിടെ വെക്കുക. അപ്പോൾ കൈഫ ഇൻഹദമ സഖഫു ബൈത്തി ബൈജു,
ബൈജുവിൻ്റെ വീടിൻ്റെ മേൽക്കൂര എങ്ങനെയാണ് തകർന്നത്? അതാണ് ചോദ്യം. ഉത്തരം സഖത്തത് ഷജറത്തുൻ അലാ ബൈത്തി ബൈജു. ബൈജുവിൻ്റെ വീടിൻ്റെ മേലെ ഒരു ഷജറത്ത് വീണു, അങ്ങനെയാണ് തകർന്നത്. ഓക്കെ. ഇനി ബഅദ തജ്ദീദി, നവീകരണത്തിന് ശേഷം സാറ മുർഷിദുൻ ബൈത്ത ബൈജു, മുർഷിദ് ബൈജുവിൻ്റെ വീട് സന്ദർശിച്ചു. സാറ സന്ദർശിച്ചു, സാറ മുർഷിദ്, മുർഷിദ് സന്ദർശിച്ചു ബൈത്ത ബൈജു, ബൈജുവിൻ്റെ വീട്. ആരോടൊപ്പമാണ് സന്ദർശിച്ചത്? മഅ അഅ്ലാഇ ഉസ്റത്തിഹി, തൻ്റെ കുടുംബത്തിലെ മെമ്പർമാരോടൊപ്പം. മഅ അഅ്ലാഇ, അംഗങ്ങളോടൊപ്പം. ഉസ്റത്തിഹി, തൻ്റെ കുടുംബത്തിലെ ആളുകളോടൊപ്പം, തൻ്റെ കുടുംബക്കാരോടൊപ്പം മുർഷിദ് അവർ നിർമ്മിച്ചു കൊടുത്ത ബൈജുവിൻ്റെ പുതിയ വീട് സന്ദർശിച്ചു. അതാണിത് അല്ലേ. ഇനി ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് എഴുതണം. ഒരു 1-2 വരിയിൽ എഴുതണം. ഹാദ ബൈത്തു ബൈജു, ഇത് ബൈജുവിൻ്റെ വീടാണ്. ഹാദ ബൈത്തുൻ ജദീദുൻ, ഇതൊരു പുതിയ വീടാണ്. അമാമൽ ബൈത്തി, അതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. അമാമൽ ബൈത്തി, വീട്ടിൻ്റെ മുമ്പിലുണ്ട്. ബൈജു വ ഉമ്മുഹു, ബൈജുവും അവൻ്റെ ഉമ്മയും. അമാമൽ ബൈത്ത്, വീടിൻ്റെ മുമ്പിലുണ്ട്. ബൈജു വ ഉമ്മുഹു, ബൈജുവും അവൻ്റെ ഉമ്മയും. അൽ ആൻ, ഇപ്പോൾ. ബൈജു മസ്റൂറുൻ, ബൈജു സന്തോഷവാനാണ്. ബൈജുവിന് പുതിയ വീടൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായി. ഹാപ്പി, സന്തോഷവാൻ എന്നുള്ളതിന് മസ്റൂറിൻ എന്നാണ് പറയുക. യക്കൂമു മുർഷിദുൻ മഅൽ അബി വൽ ജദ്ദി വൽ ഉഖ്തി, മുർഷിദ് ഉപ്പയുടെയും ഉപ്പാപ്പയുടെയും സഹോദരിയുടെയും കൂടെ നിൽക്കുന്നു. യക്കൂമു മുർഷിദ്, മുർഷിദ് നിൽക്കുന്നു. മഅൽ അബി, ഉപ്പയുടെ കൂടെ. വൽ ജദ്ദി വൽ ഉഖ്തി, ഉപ്പയുടെയും ഉപ്പാപ്പയുടെയും സഹോദരിയുടെയും കൂടെ നിൽക്കുന്നു. ഓക്കെ. ഇനി ഇതോടെ ആ പാഠം കഴിഞ്ഞു. ഇവിടെ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കി പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് 4ാമത്തെ യൂണിറ്റ് പഠിക്കാം.